ഓടാനിറങ്ങിയതാണ്. രാവിലെ തന്നെ നല്ല മഴ വെച്ചാൽ ഒരു പിശറം മഴ. കോട്ട എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്, മഴ കുറഞ്ഞ പോലെ തോന്നിയപ്പോൾ. കരിപ്പോട് അപ്പുറം മലക്ക് മഴ പെയ്യുന്നുണ്ട്, നല്ല സൗണ്ട് ഉണ്ട്. പണിയിട്ട് നോക്കാം. ഓക്കെ. അങ്ങനെ 75 ആടിൻ്റെ 3ാമത്തെ ദിവസമാണ്. മഴ ചതിച്ചിട്ടില്ല. ഞെക്കളിലെത്തിയപ്പം ചെറിയൊരു ചാറലെല്ലാം ഉണ്ടായിരുന്നു, അല്ലാണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള മഴയൊന്നും പെയ്തിട്ടില്ല. പത്രടാൻ കുന്നു കയറി. പത്രടാൻ തുടങ്ങിയ പിന്നെ ആദ്യമായിട്ട് ശരത്തിനെ കണ്ടു. വീട്ടിലെത്തി ഓട്ടവും കുന്നുകയറലെല്ലാം കഴിഞ്ഞ് കുറച്ച് സ്ട്രെച്ചിങ് എല്ലാം ചെയ്തു. സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്തു. മുട്ടയും സ്മൂത്തിയാണ് ഉണ്ടായത്. അതിന് ശേഷം ഉച്ചക്കേക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്തു. ചിക്കനും ചോറും സലാഡും പുളിശ്ശേരിയാണ് ലഞ്ചിന്. നാടുകാണി പോകാൻ പാത്ത ഡ്യൂട്ടി ഉണ്ടായത്. പോകുന്ന വഴിക്ക് ഒരു ഷെഡിൽ നിന്ന് ലഞ്ച് കഴിച്ചു. വൈകുന്നേരം പെരിങ്ങോം പഞ്ചായത്ത് ഓഫീസിൽ കേരളോത്സവത്തിൻ്റെ സംഘാടക സമിതി ഉണ്ടായിരുന്നു. സംഘാടക സമിതിയെല്ലാം കഴിഞ്ഞ് ഞാനും PC-യും കൂടി പൂമണി അച്ഛൻ്റെ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ചു. ചായയും പൊറോട്ട കഴിച്ചത്. ഞാൻ കട്ടൻ കാപ്പി മുട്ട മുങ്ങിയതും പ്രീ വർക്കൗട്ടായിട്ട് എടുത്ത് സന്ധ്യയായപ്പോൾ നേരെ ജിമ്മിലേക്ക് പോയി. ഇന്നത്തെ വർക്കൗട്ട് അപ്പർ ബോഡി സ്പ്ലിറ്റിൻ്റെ സെക്കൻഡ് ഫേസാണ്. ഇംഗ്ലണ്ട് ബെഞ്ച് പ്രസ്, അതിൻ്റെ ഒന്നിച്ച് പുൾ ഓവർ, ഷോൾഡറിന് സൈഡ് റൈസും അപ്പറൈറ്റ് റോയും, ബാക്കിന് ലാറ്റ് പുൾ ഡൗണും ഡെഡ് ലിഫ്റ്റുമാണ് കളിച്ചത്. വെയ്റ്റ് ട്രെയിനിങ്ങിന് ശേഷം നേരെ കുറച്ച് പ്ലാങ്കെല്ലാം നിന്നതിന് ശേഷം ജിമ്മിൽ നിന്ന് ഇറങ്ങി. ഒന്ന് പാർട്ടി ഓഫീസിൽ പോയി ഞെക്കളിയിൽ. എന്നിട്ട് വീട്ടിലേക്ക് വന്നു. കേശു ധന്യക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങിന് ശേഷം ഡിന്നർ എടുത്തു. കുറച്ച് സലാഡും കുറച്ച് മീനും കുറച്ച് മുട്ടയും കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഡിന്നർ ഉണ്ടായത്. അതിൻ്റെ ഒന്നിച്ച് പുസ്തകം കുറച്ചും കൂടി വായിച്ചു. ധന്യക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. ഇന്നത്തെ ഫോട്ടോ ഇതാണ്.